മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയ്യന് അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാലം കൊടുക്കും. ഹലോ. തുടരും മൂവി ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു ഹലോ കേൾക്കുന്നത് എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. സൈക്കോ ആണെങ്കിലും ജോർജ് സാറിൻ്റെ ഈ ഹലോ കേൾക്കാൻ നല്ല രസമാണല്ലേ. റൂമിൽ ഒറ്റയ്ക്ക് ബോറടിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ DQ തകർത്ത് അഭിനയിച്ച ചാർലി എടുത്ത് കണ്ടത്. എന്താണെന്നറിയില്ല, ഈ മൂവി എപ്പോൾ കണ്ടാലും എനിക്ക് വല്ലാതൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി അല്ലേ? നിങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്ക് റൂമിൽ ബോറടിച്ചോ വിഷമിച്ചോ ഇരിക്കുമ്പോൾ കാണാൻ സെലക്ട് ചെയ്യുന്ന മൂവി ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും DQ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണാൻ വേണ്ടിയല്ലേ ദൈവം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണാതെ തിരിച്ചു ചെന്നാൽ പുള്ളി നമ്മളോട് ചോദിക്കില്ലേ? എൻ്റെ സ്ഥലം കോട്ടയമാണ്. ഇവിടെ ഇപ്പം എന്താ കാണാനുള്ളത്? എന്തായാലും ബീച്ചില്ല. ബീച്ച് കാണണമെങ്കിൽ നമ്മൾ ആലപ്പുഴയ്ക്കോ കൊച്ചിക്കോ പോകേണ്ടി വരും. DQ ആ സിനിമയിൽ ഒരു മലയുടെ പേര് പറഞ്ഞല്ലോ. ആ, മീശപ്പുലിമല. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ കോട്ടയത്ത് ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന ഒരു അടിപൊളി സ്പോട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? എന്താ, റെഡിയല്ലേ? അയ്യോ, വെയിറ്റ്, ഒരു കാര്യം മറന്നു. ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്തില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ സ്റ്റോറീസ് വിത്ത് വിന്ദുജ. ദ മാപ്പ് ടോൾഡ് മീ സോ. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇനി നമുക്ക് പോകാം അല്ലേ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ.